ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനും സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുമുള്ള സന്തോഷം പങ്കുവച്ച് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി നേതാവുമായ മണികണ്ഠൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനും സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുമുള്ള സന്തോഷം പങ്കുവച്ച് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി നേതാവുമായ മണികണ്ഠൻ. ഫെബ്രുവരി 12-ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്നേഹസംഗമത്തിലേക്ക് കേരളത്തിൽ നിന്നും പ്രത്യേക ക്ഷണം ലഭിച്ച 150 ജനപ്രതിനിധികളിൽ ഒരാളാണ് കൗൺസിലർ മണികണ്ഠൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാർ കൂടാതെ ബി.ജെ.പി. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ മുഴുവൻ ജനപ്രതിനിധികൾ എന്നിവരുൾപ്പെടെ ഉള്ള 150 പേർക്കാണ് പ്രധാനമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുക. അവസരം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് കൗൺസിലർ മണികണ്ഠൻ. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നല്ല രീതിയിൽ വിജയം മുന്നോട്ട് വയ്ക്കുവാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം നഗരസഭയിൽ 2ാം സ്ഥാനം വന്നിട്ടുള്ള എല്ലാ നഗരസഭയിലും കക്ഷി നേതാക്കന്മാരെയും അതേപോലെ തന്നെ നഗരസഭ ഭരിക്കുന്ന അവിടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ കൗൺസിലർമാരെയും ക്ഷണിച്ചിട്ടുള്ള ഒരു സംഗമം ഈ മാസം 12-ാം തീയതി നടക്കുകയാണ്. 150ഓളം കൗൺസിലർമാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൽ ഒരംഗമാകുവാൻ എനിക്ക് സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കുന്നതിൽ. ഷൊർണൂർ നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് നന്ദകുമാർ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് ശശികുമാർ, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പി. കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ എന്നിവർക്കും സംഗമത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട്.